വിയറ്റ്നാം ഇപ്പൊ ടൂറിസ്റ്റുകളുടെ ഇടയിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ട്രാവൽ ഡെസ്റ്റിനേഷൻ ആണല്ലേ വിയറ്റ്നാം എന്ന് പറയുന്നത്. അപ്പോൾ വിയറ്റ്നാമിലേക്ക് ആദ്യമായിട്ട് പോകുന്ന ഒരു ടൂറിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അതായത് അവിടത്തേക്കുള്ള വിസ റിക്വയർമെന്റ്സ് എന്താണ്, വിസ എങ്ങനെ എടുക്കാം, എത്ര കോസ്റ്റ് ആകും, പിന്നെ നമുക്ക് കറൻസി എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം, നമുക്ക് അവിടെ ചെന്നതിന് ശേഷം ലോക്കലി ഇൻ ആൻഡ് അറൗണ്ട് എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാം, പിന്നെ നമ്മുടെ സിം കാർഡ് ഏതായിരിക്കും ബെറ്റർ, അങ്ങനെ തുടങ്ങിയ വളരെ ബേസിക് ആയിട്ടുള്ള കുറെ ട്രാവൽ റിക്വയർമെന്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു വിയറ്റ്നാം ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ മിസ് ചെയ്യേണ്ട. ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. അപ്പൊ ആദ്യം തന്നെ പറയാനുള്ള ടോപ്പിക് വിസയാണ് കേട്ടോ. കാരണം ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് വിയറ്റ്നാമിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് വിസ മാൻഡേറ്ററി ആണ്. വിസ എടുക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും പോകാനായിട്ട് പറ്റില്ല. ആൻഡ് ഈ വിസ എടുക്കാനായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ അവർ തരുന്നുണ്ട്. ഒന്നെങ്കിൽ ഈ വിസ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വിയറ്റ്നാം എയർപോർട്ടിൽ എത്തിയതിനു ശേഷം നമുക്ക് അവിടുന്ന് വിസ ഓൺ അറൈവൽ എടുക്കാം. ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേങ്കിലും ഈ രണ്ട് ഓപ്ഷനിൽ ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വിസയാണ്. ആൻഡ് ഈ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഈ വിസ അപ്ലൈ ചെയ്തിട്ട് പോകാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം വിസ ഓൺ അറൈവൽ ചിലപ്പോൾ അവിടെ ചെന്നിട്ട് കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാം, നിങ്ങളുടെ വിസയ്ക്ക് ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഡോണ്ട് ടേക്ക് ചാൻസസ്. എല്ലാവരും ഈ വിസ തന്നെ എടുത്തിട്ട് പോകാനായിട്ട് നോക്കുക. ഇതാണ് ഫസ്റ്റ് ട്രാവൽ ടിപ്പ്. ആൻഡ് ഈ വിസയുടെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ്, ഇത് നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ്ലി, ഇതിന്റെ വാലിഡിറ്റി വരുന്നത് അപ് ടു 90 days ആയിരിക്കും കേട്ടോ. നിങ്ങൾ ഒരു വിസ എടുത്താൽ അത് 3 months നിങ്ങൾക്ക് വാലിഡ് ആയിരിക്കും. ആൻഡ് ഈ ഒരു വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സിംഗിൾ എൻട്രി വിസ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്, മൾട്ടിപ്പിൾ എൻട്രി വിസ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ആൻഡ് ഇപ്പം നമ്മൾ ഒരു ടൂറിസ്റ്റ് ആയിട്ട് ഒരാഴ്ചത്തേക്കൊക്കെ പോകുന്ന ഒരാള് സിംഗിൾ എൻട്രി വിസ എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. കാരണം സിംഗിൾ എൻട്രി വിസ ഈസ് മച്ച് ചീപ്പർ ദാൻ മൾട്ടിപ്പിൾ എൻട്രി വിസ. അതായത് ഇപ്പോൾ സിംഗിൾ എൻട്രി വിസയുടെ കോസ്റ്റ് വരുന്നത് അറൌണ്ട് 2000 Indian rupees ആണ് ഒരാൾക്ക്. അതേസമയം മൾട്ടിപ്പിൾ എൻട്രി വിസ ആണെന്നുണ്ടെങ്കിൽ അറൌണ്ട് 4000 Indian rupees ആവട്ടെ ഒരാൾക്ക്. അതായത് ഇരട്ടി പ്രൈസ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ഒരു നോർമൽ ടൂറിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സിംഗിൾ എൻട്രി വിസയുടെ ആവശ്യമുള്ളൂ. അൺനെസസറി ആയിട്ട് കോസ്റ്റ് കൂട്ടേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു പക്ഷേ വിയറ്റ്നാമിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് എക്സിറ്റ് ആയി വേറെ ഏതെങ്കിലും കൺട്രിയിൽ പോയി പിന്നെയും തിരിച്ച് വിയറ്റ്നാമിൽ എൻ്റർ ആവണം, അതായത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എൻ്റർ ആവേണ്ട ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് ടു ടേക്ക് എ മൾട്ടിപ്പിൾ എൻട്രി വിസ. ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിസ കോസ്റ്റ് വരുന്നത് 4000 Indian rupees ആയിരിക്കും പെർ പേഴ്സൺ. ഓക്കെ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വിസയുടെ പ്രോസസ്സിംഗ് എല്ലാം ഓൺലൈൻ ആണ്. ആൻഡ് അതിന്റെ പ്രോസസ്സിംഗ് ടൈം എന്ന് പറഞ്ഞാൽ അറൌണ്ട് 3 to 7 working days ആയിരിക്കും കേട്ടോ, നോർമൽ പ്രോസസ്സിംഗ് ടൈം. പിന്നെ അത് നമുക്ക് അർജന്റ് ബേസിസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ എഗെയിൻ അങ്ങനെ ഫാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ അവിടെ എക്സ്ട്രാ ചാർജസ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. സോ അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ ട്രിപ്പ് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ മാക്സിമം ഒരു വീക്കിനുള്ളിൽ നിങ്ങളുടെ വിസ കിട്ടുന്നതായിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് ആൻഡ് ദ സേഫസ്റ്റ് മെത്തേഡ് ടു ട്രാവൽ ടു വിയറ്റ്നാം. ഓക്കെ. ആൻഡ് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് റിക്വയർഡ് എന്താന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു പാസ്പോർട്ട്, മിനിമം 6 months വാലിഡിറ്റി ഉള്ള ഒരു പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ആൻഡ് അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ സ്കാൻ പേജസും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരും. സോ ഇതൊക്കെയാണ് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ആയിട്ട് വേണ്ട ഡോക്യുമെന്റ്സ്. ബേസിക് ഡോക്യുമെന്റ്സ് മാത്രം മതി. വിയറ്റ്നാം വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളത് കാണാം. ആ ഒരു വീഡിയോയിൽ ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വിസ അപ്ലൈ ചെയ്യാൻ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണൂട്ടോ. ആൻഡ് ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഈ ഒരു വിസ എന്ന് പറഞ്ഞാൽ വിയറ്റ്നാമിലുള്ള എല്ലാ എയർപോർട്ട്സിലും വാലിഡ് ആയിരിക്കും കേട്ടോ. കാരണം ഇനി നോർത്ത് വിയറ്റ്നാമിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലുന്നത് നോയ് ബായ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കായിരിക്കും. അവിടെ അത് വാലിഡ് ആയിരിക്കും. അതല്ല നിങ്ങൾ സെൻട്രൽ വിയറ്റ്നാമിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഡനാങ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. ആൻഡ് സൗത്ത് വിയറ്റ്നാം ആണെന്നുണ്ടെങ്കിൽ ടാൻ ഷൻ നാട്ട് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. സോ ബേസിക്കലി എയർപോർട്ട് ഏതായാലും പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു ഫുൾ വിയറ്റ്നാം കവർ ചെയ്ത് പോകുന്ന ട്രിപ്സ് വളരെ കുറവായിരിക്കും. കാരണം അതിന് ഒരുപാട് ഡേയ്സ് വേണ്ടി വരും. അതേപോലെ നമ്മുടെ എക്സ്പെൻസും കൂടും. സോ കൂടുതലും ആൾക്കാരെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റീജിയൻ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പം ഐറ്റിനറി ക്രിയേഷൻ ഡീറ്റെയിൽസിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് തരാം. ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് നമ്മുടെ ട്രാവൽ റിക്വയർമെന്റ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് പോവാട്ടോ. പിന്നെ ഒരു കാര്യം, ഇൻഫർമേഷൻ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് തരാം, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്താൽ മതി. ഐ വിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ. അടുത്ത ഇനി വിയറ്റ്നാമിലേക്ക് പോകാനായിട്ട് ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കൊച്ചിയിൽ നിന്നൊക്കെ ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ. എല്ലാം കണക്ഷൻ ഫ്ലൈറ്റ്സ് ആണ്. അതായത് ഒന്നെങ്കിൽ ബാങ്കോക്ക് ത്രൂ കണക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ക്വാലലംപൂർ ത്രൂ കണക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സിംഗപ്പൂർ വഴിയൊക്കെ കണക്ഷൻ ആയിരിക്കും. സോ ബേസിക്കലി കണക്ഷൻ ഫ്ലൈറ്റ്സ് ആണ്. ആൻഡ് ഫ്ലൈറ്റ് കോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഒരു റൗണ്ട് ട്രിപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് 25,000 to 35,000 Indian rupees ആയിരിക്കും. അതായത് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് നോക്കിയൊക്കെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25,000
നിങ്ങൾക്ക് ഒരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ലാസ്റ്റ് മിനിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 35,000 40,000 ഒക്കെ ആകാം കേട്ടോ, അത്രയും എക്സ്പെൻസീവും ആകാം. സോ അഗൈൻ ദാറ്റ് ഇസ് എ ട്രാവൽ ടിപ്പ് ഫോർ യു. നിങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്ത് ടിക്കറ്റ് ഒക്കെ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തോളൂ കേട്ടോ. കാരണം ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗിന് നിങ്ങൾക്ക് അഡീഷണൽ എക്സ്പെൻസ് ബെയർ ചെയ്യേണ്ടതായിട്ട് വരും. സോ അവോയ്ഡ് ദാറ്റ്. അടുത്ത ഇനി പറയാനുള്ളത് കറൻസി എക്സ്ചേഞ്ചിനെ കുറിച്ചാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വിയറ്റ്നാമിലെ കറൻസി അറിയപ്പെടുന്നത് വിയറ്റ്നാമീസ് ഡോങ് എന്നാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ കറൻസിനെ അപേക്ഷിച്ച് ഈ ഒരു ഡോങ്ങിന് വാല്യൂ വളരെ കുറവാണ് കേട്ടോ. അതായത് ഒരു ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞാൽ അറൌണ്ട് 285 വിയറ്റ്നാമീസ് ഡോങ് ആണ്. സോ നമ്മുടെ ഇന്ത്യൻ റുപ്പിക്കാണ് ഇവിടെ വാല്യൂ കൂടുതൽ. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ എന്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും മൊത്തം ലക്ഷങ്ങളുടെ കളികളായിരിക്കും. ആൻഡ് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഫസ്റ്റ് ടിപ്പ് ആസ് ഓൾവേസ്, നിങ്ങൾ ഒരിക്കലും എയർപോർട്ടിൽ പോയിട്ട് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പോകരുത്. കാരണം എക്സ്ചേഞ്ച് റേറ്റ് വിൽ ബി വെരി 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 ലോ. സോ നിങ്ങൾക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. സെക്കൻഡ്ലി, ഇത് എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ കുറച്ച് എമൗണ്ട് നാട്ടിലുള്ള ഏതെങ്കിലും എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പോകാം. അതായത് നമുക്ക് നാട്ടിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള എക്സ്ചേഞ്ചസ് ഉണ്ടല്ലോ, യൂണിമണി ഒക്കെ പോലെ. സോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് പോയതിനു ശേഷം ഒരു മാക്സിമം ഒരു 5,000 ഇന്ത്യൻ റുപ്പീസും എല്ലാം കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വെച്ചേക്കുക. എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് USD ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൈ വെച്ചേക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് ഇന്ത്യൻ റുപ്പി ആയിട്ട് തന്നെ വിയറ്റ്നാമിലേക്ക് കൊണ്ടുപോയിട്ട് വിയറ്റ്നാമിലുള്ള ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചസ് പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. ഓക്കെ, കാരണം ഞാനിത് ലൈസൻസ്ഡ് എന്ന് എടുത്ത് പറയാനുള്ള റീസൺ, വിയറ്റ്നാമിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ എന്താ പറയുക സ്ട്രീറ്റ് വെൻഡേഴ്സിനെ പോലെ എക്സ്ചേഞ്ചസ് ഒക്കെ കാണാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ലൈസൻസ്ഡ് ആയിരിക്കത്തില്ല. അവിടെ പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷെങ്കിലും വിയറ്റ്നാമിൽ ഇങ്ങനെ ലോക്കൽ എക്സ്ചേഞ്ച് സെന്റേഴ്സ് ഉണ്ടാവും, ഇങ്ങനെ പക്കാ ഷോപ്സ്, ലൈസൻസ്ഡ് ആയിട്ടുള്ള ഷോപ്സ്. അവിടെ ചെന്നിട്ട് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ്സ് കിട്ടും. ഇനി സെക്കൻഡ് ഓപ്ഷൻ, നിങ്ങൾ നാട്ടിൽ നിന്ന് 5,000 ഡോങ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾ US ഡോളർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ഈ US ഡോളറിനെ നിങ്ങൾ വിയറ്റ്നാമിൽ വന്നിട്ട് ലോക്കൽ എക്സ്ചേഞ്ചിൽ നിന്ന് കൺവേർട്ട് ചെയ്യുക. അതും ഒരു ഓപ്ഷൻ ആണ്. അങ്ങനെ ഞാൻ എടുത്തു പറയാനുള്ള റീസൺ, കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും US ഡോളറിന് എല്ലാ മാർക്കറ്റ്സിലും നല്ല റേറ്റ്സ് കിട്ടാറുണ്ട്. സോ നിങ്ങളുടെ കയ്യിൽ US ഡോളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ടു എക്സ്ചേഞ്ച് കറൻസി എൽസേ. കാരണം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് കിട്ടും ദാൻ ഇന്ത്യൻ റുപ്പി. ഇനിയിപ്പോ US ഡോളർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നോ വറീസ്. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇന്ത്യൻ റുപ്പീനെ തന്നെ ഡോങ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. പക്ഷേങ്കിലും കുറച്ചൊന്ന് ലോവർ ആയിരിക്കും എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. എന്നാലും നമ്മൾ എയർപോർട്ടിൽ കൺവേർട്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റേറ്റ് നമുക്ക് ഫോർ ഷുവർ കിട്ടും. സോ ദിസ് ഇസ് എ ടിപ്പ് ഫോർ കറൻസി എക്സ്ചേഞ്ച്. അടുത്ത ഇനി പറയാനുള്ളത് ATM വിഡ്രോവൽസിനെ കുറിച്ചാണ്. സോ എന്താ പറയുക, നമുക്കിപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ കാർഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വിയറ്റ്നാമിൽ ചെന്നതിന് ശേഷം അവിടെയുള്ള ATM സെന്റേഴ്സിൽ നിന്നും നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പക്ഷെങ്കിലും ഈ ഒരു ഓപ്ഷൻ ഞാൻ യൂഷ്വലി റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം നമ്മൾ അവിടെയുള്ള ബാങ്ക്സിൽ പോയി നമ്മുടെ ഇന്റർനാഷണൽ കാർഡ്സ് യൂസ് ചെയ്തിട്ട് വിഡ്രോ ചെയ്യുമ്പോൾ അവിടെ വിയറ്റ്നാമീസ് ബാങ്ക് ഒരു പ്രോസസിംഗ് ഫീ ചാർജ് ചെയ്യും. ലൈക്ക് അറൌണ്ട് 150 to 200 ഇന്ത്യൻ റുപ്പീസ് വിയറ്റ്നാമീസ് ബാങ്ക് ചാർജ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളുടെ ഇന്ത്യൻ ബാങ്കും ഇപ്പൊ HDFCയോ ICICO ഒക്കെ അതേപോലെ ഒരു പ്രോസസിംഗ് ട്രാൻസാക്ഷൻ ഫീ ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ബേസിക്കലി നമുക്ക് അവിടെ ട്രാൻസാക്ഷൻ ഫീ മാത്രം ഒരു 400 to 500 ഇന്ത്യൻ റുപ്പീസ് ചുമ്മാതെ പേ ചെയ്യേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇനി ഫോറെക്സ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഫ്രീക്വന്റ്ലി ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഫോറെക്സ് കാർഡ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. സോ നിങ്ങളുടെ കയ്യിൽ ഫോറെക്സ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ATMs ഫോറെക്സ് കാർഡ് യൂസ് ചെയ്തിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഫോറെക്സ് കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്ട്രാ ട്രാൻസാക്ഷൻ ഫീ വരത്തില്ല കേട്ടോ. ഇന്ത്യൻ ബാങ്ക്സിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ചാർജ് വരത്തില്ല. സോ അവിടെ ഫോറെക്സ് കാർഡ് ഉള്ളവർക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അടുത്ത ഇനി പറയാനുള്ളത് സിം കാർഡ് ഓപ്ഷൻസിനെ കുറിച്ചാണ്. വിയറ്റ്നാമിലുള്ള മേജർ ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ വിയറ്റൽ, മൊബിഫോൺ തുടങ്ങിയവയൊക്കെയാണ്. ആൻഡ് ഇതിന്റെ എല്ലാം നമുക്ക് ടൂറിസ്റ്റ് പാക്കേജസ് കാണാനായിട്ട് പറ്റും കേട്ടോ. അതായത് ഇപ്പോൾ ലൈക്ക് ഒരു 400 to 900 ഇന്ത്യൻ റുപ്പീസ് ആ ഒരു റേഞ്ചിൽ 1 വീക്ക് മുതലുള്ള എന്താ പറയുക ട്രാവൽ ടൂറിസ്റ്റ് പാക്കേജസ് നമുക്ക് ഈ പറഞ്ഞ എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സിന്റെയും കാണാനായിട്ട് പറ്റും. ആൻഡ് അവരെല്ലാം അറൌണ്ട് ഒരു 30 GB to 70 GB ഫോർ എ വീക്ക് ഡേറ്റ പ്ലാൻ ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് മോർ ദാൻ ഇനഫ്. ഇപ്പൊ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ മെയിൻലി വേണ്ടത് എന്തിനൊക്കെയാണ്, നമ്മുടെ ലോക്കലി നമ്മൾ ടാക്സീസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ടാക്സീസിൽ റൈഡ് ബുക്ക് ചെയ്യാനായിട്ട് വേണം. അതേപോലെ നിങ്ങൾ ഇപ്പോൾ ഹോട്ടൽ അല്ലാതെ പുറത്ത് കറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും നെറ്റ്വർക്ക് യൂസേജ് ഉണ്ടെങ്കിൽ അതിന് ആവശ്യം വരും. സോ ബേസിക്കലി ലൈക്ക് 30 to 70 GB എന്ന് പറഞ്ഞാൽ മോർ ദാൻ ഇനഫ് ആണ്. ആൻഡ് ഈ പറഞ്ഞ പോലെ 1 വീക്ക് പാക്കേജിലൊക്കെ നമുക്ക് ആ ഒരു ഡേറ്റ കിട്ടുന്നതായിരിക്കും. അതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നോർമൽ പ്രൈസിംഗ് ആണ് കേട്ടോ. ലൈക്ക് 400 to 900 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് സിം എടുക്കാനായിട്ട് പറ്റും. ആൻഡ് ഈ ഒരു സിം നിങ്ങൾക്ക് ഒന്നെങ്കിൽ എയർപോർട്ടിൽ നിന്ന് എടുക്കാം. സിം എയർപോർട്ടിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. കാരണം നമ്മൾ അവിടെ വിയറ്റ്നാമിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് എയർപോർട്ടിൽ ഒരുപാട് സിം കൗണ്ടേഴ്സ് കാണാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്നത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം
മോർ കൺവീനിയന്റ്. അതിനായിട്ട് ഇനി വേറൊരു സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ. സോ എയർപോർട്ടിൽ നിന്ന് തന്നെ സിം എടുക്കുക. പിന്നെ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇ സിം, നിങ്ങളുടെ ഫോൺ ഇ സിം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇ സിം എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ വിയറ്റ്നാമിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഇ സിം എടുത്തിട്ട് പോകാം. ഇ സിം എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് ഇനി ഇ സിം എടുത്തിട്ട് പോകാനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തോളൂ കേട്ടോ. ആൻഡ് ഈ ഒരു സിം കാർഡ് എടുക്കാനായിട്ട് നമുക്ക് വേണ്ടിയ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പാസ്പോർട്ട് ആണ്. അതൊരു പാസ്പോർട്ട് ചോദിക്കും. സോ പാസ്പോർട്ട് കൊടുക്കുക, അവരതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് സിം തരാം. ഓക്കെ, ആൻഡ് സിം കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ അത് ആക്ടിവേറ്റ് ചെയ്ത് വർക്കിംഗ് ആണോ എന്നൊക്കെ എൻഷുർ ചെയ്തിട്ട് മുന്നേക്ക് പോവുക. കാരണം അല്ലെങ്കിൽ പിന്നെ ഇനി നിങ്ങൾ ഹോട്ടലിൽ ചെന്ന് നോക്കുമ്പോൾ ചിലപ്പം ഡേറ്റ വർക്കിംഗ് ആയിരിക്കത്തില്ല. പിന്നെ അഗൈൻ കൺഫ്യൂഷൻ ആവും എങ്ങനെ ഹെൽപ്പ് സീക്കാന്നുള്ള. പിന്നെ കോൾ സെന്ററിൽ വിളിക്കേണ്ടി വരും, ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് അപ്പൊ തന്നെ നോക്കുക ഇത് വർക്കിംഗ് ആണോ എന്നൊക്കെ കൺഫേം ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അടുത്ത ഇനി പറയാനുള്ളത് ലോക്കൽ ട്രാവൽ ഓപ്ഷൻസിനെ കുറിച്ചാണ്. അതായത് വിയറ്റ്നാമിൽ നിങ്ങൾ എത്തിയതിനു ശേഷം ലോക്കലി എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാം, എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്നുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ ഡെഫിനറ്റ്ലി ടാക്സീസ് ആണ്. അതായത് നമുക്ക് വിയറ്റ്നാമിൽ ചെന്നതിന് ശേഷം ലോക്കൽ സിറ്റി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് ടാക്സീസ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ടാക്സീസ് ബുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാബ് ആണ് കേട്ടോ. വിയറ്റ്നാമിൽ വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഗ്രാബ് ആണ്. അപ്പോൾ നിങ്ങൾ വിയറ്റ്നാമിലേക്ക് പോകുന്നതിന് മുന്നേ ഗ്രാബിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാം. കാരണം അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഗ്രാബിൽ നമുക്ക് ബൈക്ക് റൈഡ്സും ബുക്ക് ചെയ്യാം, കാർ റൈഡ്സും ബുക്ക് ചെയ്യാം. ഇപ്പോൾ ബൈക്ക് റൈഡ്സ് ഒക്കെ ആണെങ്കിൽ അറൌണ്ട് ഒരു 150 rupees ഒക്കെ ആയിരിക്കും പെർ റൈഡ് കോസ്റ്റ് വരിക. ഇപ്പോൾ കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറൌണ്ട് ഒരു 500 ഒക്കെ ആകും മിനിമം. ഓക്കെ, അപ്പൊ ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ടാക്സീസ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബൈക്ക് റെന്റൽസ് ആണ്. ആൻഡ് ഈ ബൈക്ക് റെന്റൽ ഓപ്ഷൻ ഇസ് ബെസ്റ്റ് ഇൻ ഏരിയാസ് ലൈക്ക് ഫുക്കോക്ക്, ഡനാങ് തുടങ്ങിയ സ്ഥലത്തൊക്കെയാണ്. സോ ഈ ഫുക്കോക്ക്, ഡനാങ്, നിൻബിൻ എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈക്ക് റെന്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് പെർ ഡേ റെന്റൽ കോസ്റ്റ് ലൈക്ക് അറൌണ്ട് ഒരു 700 അല്ലെങ്കിൽ ഒരു 500 Indian rupees ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും വരിക കേട്ടോ. സോ നിങ്ങളൊരു സോളോ ട്രാവലർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ദ ചീപ്പസ്റ്റ് ഓപ്ഷൻ ഫോർ യു ടു ട്രാവൽ ലോക്കലി. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്കൈ ട്രെയിൻ ആണ്. ആക്ച്വലി വിയറ്റ്നാമിൽ ഈ സ്കൈ ട്രെയിനിന്റെ ഇന്റർ കണക്ടിവിറ്റി വളരെ ലോ ആണ് കേട്ടോ. കാരണം അവരിപ്പോഴും അത് ഡെവലപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഹാനോയ് സിറ്റിയിലും ഹോച്ചിമിൻ സിറ്റിയിലും സ്കൈ ട്രെയിൻ ഉണ്ട്, പക്ഷേങ്കിലും അതിന്റെ ഇന്റർ കണക്ടിവിറ്റി ഭയങ്കര കുറവാണ്. അതായത് ചില സ്ഥലത്തേക്കൊക്കെ ഉള്ളൂ. സോ ഇറ്റ് വോണ്ട് ബി മച്ച് യൂസ്ഫുൾ. പക്ഷേങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സ്കൈ ട്രെയിൻ ഇന്റർ കണക്ടിവിറ്റി ഉള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യൂസ് ദാറ്റ്. കാരണം അത് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് വൈസ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ വേറൊരു ഓപ്ഷൻ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ വിയറ്റ്നാമിൽ പോയാൽ ഈ ഷോർട്ട് ആയിട്ടുള്ള സൈറ്റ് സീയിങ്ങിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് സൈക്ലോ റൈഡ്സ്. ബേസിക്കലി അത് ബൈസൈക്കിൾ റൈഡ്സ് ആണ് കേട്ടോ. അതായത് ഒരു 3 വീലുള്ള ഒരു ബൈസൈക്കിൾ, അത് ഒരാൾ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് പോകും. നമുക്ക് ബാക്കിലോ ഫ്രണ്ടിലോ ഒക്കെ ഇരുന്നിട്ട് അത് എക്സ്പ്ലോർ ചെയ്ത് കാണാനൊക്കെ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ നാട്ടിൽ എനിക്കൊന്ന് നോർത്തിലേക്കൊക്കെ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ എന്താണേലും അങ്ങനത്തെ സംഭവം നമുക്ക് വിയറ്റ്നാമിലുണ്ട്. അതിനെ വിളിക്കുന്ന സൈക്ലോൺ എന്നാണ് കേട്ടോ. സോ നിങ്ങൾക്ക് ചെറിയ ഡിസ്റ്റൻസ് ഒക്കെ പോകാനായിട്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇങ്ങനെ സിറ്റിയിൽ കൂടെ അതിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഡെഫിനറ്റ്ലി. പിന്നെ വിയറ്റ്നാമിൽ ട്രാവലിനെ കുറിച്ച് പറയാനുള്ള വേറൊരു കാര്യം, വിയറ്റ്നാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ബിഗ് കൺട്രി, ഇറ്റ്സ് എ ലോങ് കൺട്രി. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നോർത്ത് വിയറ്റ്നാമിൽ നിന്ന് സൗത്ത് വിയറ്റ്നാമിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ആണ് കേട്ടോ. നമുക്ക് അവിടെ ട്രെയിൻ ഓപ്ഷൻ ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ അടുത്ത് പറയാം. പക്ഷേങ്കിലും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് എടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ അത് നേരത്തെ അഡ്വാൻസ് ആയിട്ടൊക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ റേറ്റിൽ നമുക്ക് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ആൻഡ് ഈ ഇങ്ങനെ ഡൊമസ്റ്റിക് ഫ്രം നോർത്ത് ടു സൗത്ത് റീജിയൻ ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വിയറ്റ്നാം എയർലൈൻസ്, വിയറ്റ് ജെറ്റ് തുടങ്ങിയവയൊക്കെയാണ്. അതെല്ലാം ബഡ്ജറ്റ് എയർലൈൻസ് ആണ്. സോ എന്താ പറയാ, നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് മോർ ദാൻ 1 റീജിയൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ സജസ്റ്റ് ദാറ്റ് യു ട്രാവൽ ബൈ ഫ്ലൈറ്റ്. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് കോസ്റ്റ് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രെയിൻസ് ആണ് കേട്ടോ. അതായത് ഇങ്ങനെ നോർത്ത് നിന്ന് സൗത്തിലേക്ക് പോകുന്ന ട്രെയിൻസ് അല്ലെങ്കിൽ നോർത്ത് നിന്ന് സെൻട്രൽ റീജിയനിലേക്ക് പോകുന്ന ട്രെയിൻസ് ഒക്കെ ഉണ്ട്. പക്ഷേങ്കിലും അത് കുറച്ചും കൂടെ സമയം എടുക്കും, ഫസ്റ്റ് തിങ്. സെക്കൻഡ്ലി ഒരുപാട് സേവിങ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടത്തില്ല. ഒരു മാക്സിമം ഒരു 2000 to 3000 rupees സേവിങ്സ് വരത്തുള്ളൂ. ടിപ്പിക്കലി ഇറ്റ് വിൽ കോസ്റ്റ് ലൈക്ക് അറൌണ്ട് ഒരു 4000 ഒക്കെ ആകും ഒരാൾക്ക്. ആസ് കമ്പയർഡ് ടു ഫ്ലൈറ്റ് ഭയങ്കര സേവിംഗ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേങ്കിലും ഒരു 1000 or 2000 rupees ഒക്കെ കുറവായിരിക്കും ട്രെയിൻസിന്റെ കോസ്റ്റ് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഡൊമസ്റ്റിക് ട്രാവലിന് റെക്കമെൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റ്സ് ആണ് കേട്ടോ. കാരണം ഇറ്റ്സ് മോർ കൺവീനിയന്റ്. നിങ്ങൾക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വലിയ സേവിങ്സ് ഇല്ലല്ലോ, ജസ്റ്റ് ഒരു 1000 or 2000 ഡിഫറൻസേ വരുന്നുള്ളൂ. പക്ഷേങ്കിൽ ഇപ്പൊ ഭയങ്കര പീക്ക് സീസൺ ടൈം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ലാസ്റ്റ് മിനിറ്റ് ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റേറ്റ്സ് കൂടുതലായിരിക്കും. അതേപോലെ നിങ്ങളിപ്പോ എന്താ പറയാ പീക്ക് സീസൺ ടൈമിലൊക്കെയാണ് ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ്സിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഓർ ട്രിപ്പിൾ ഒക്കെ ആയിരിക്കും. സോ ആ ഒരു സിറ്റുവേഷനിൽ മേ ബി നിങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സേവിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ അഗൈൻ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ സിറ്റുവേഷനും
നിങ്ങളുടെ ബഡ്ജറ്റൊക്കെ അനുസരിച്ച് നിങ്ങൾ മോഡ് ചൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വിയറ്റ്നാമിലേക്കുള്ള ഒരു ബേസിക് ട്രാവൽ റിക്വയർമെന്റ്സ് ആയിട്ട് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഇനി ഇതിനുപരിയായിട്ട് പറയാനായിട്ടുള്ളത് ഇപ്പോൾ നോർത്ത് വിയറ്റ്നാമിൽ മേജർ ആയിട്ടുള്ള സൈറ്റ് സീയിങ് പ്ലേസസ് ഏതൊക്കെയാണ്, അതെങ്ങനെ പ്ലാൻ ചെയ്യണം, അതേപോലെ സൗത്ത് വിയറ്റ്നാമിലെ പ്ലേസസ് ഏതൊക്കെയാണ്, അതെങ്ങനെ പ്ലാൻ ചെയ്യണം, എത്ര കോസ്റ്റ് ആകും ഓരോ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാനായിട്ട്, പിന്നെ ഫുക്കോക്ക് ഒരു സെപ്പറേറ്റ് ഐലൻഡ് ടൂർ ആയിട്ട് ചെയ്യേണ്ട സ്ഥലമാണ്, അതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വളരെ ലോങ് ആയി പോകും. സോ അത് ഞാൻ ഒരു സെപ്പറേറ്റ് കോണ്ടന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ആൻഡ് അതും ഫോർ ഈച്ച് റീജിയൻ കേട്ടോ. നോർത്ത് റീജിയനിലേക്കുള്ള ഒരു ട്രിപ്പിന്റെ കോസ്റ്റ്, അതേപോലെ സെൻട്രൽ റീജിയനിലേക്കുള്ള ഒരു ട്രിപ്പിന്റെ കോസ്റ്റ്, ആൻഡ് സൗത്ത് റീജിയനിലേക്കുള്ള ഒരു ട്രിപ്പിന്റെ കോസ്റ്റ്, പ്ലസ് ഫുക്കോക്ക് ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര കോസ്റ്റ് ആവും, അങ്ങനെ 4 വീഡിയോസ് സെപ്പറേറ്റ്ലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇറ്റ് വിൽ ബി അപ്ലോഡഡ് സൂൺ. സോ നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സ്റ്റേ ട്യൂൺഡ്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോക്ക് ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ചാനലിന്റെ മെമ്പർഷിപ്പും കൂടെയൊക്കെ ജോയിൻ ചെയ്യുക. ജസ്റ്റ് 59 rupees മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. തരാ.